ക്രിസ്മസ് ഒക്കെ ആയില്ലേ, ഇന്നൊരു ഡെക്കോറേറ്റീവാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. സ്റ്റാപ്ലെയർ വെച്ചിട്ട് വേണമെങ്കിലും ഈ ക്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ എന്താണെന്ന് നോക്കിയാലോ. ഇതുപോലെ നീളത്തിന് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഓരോ കളറും 4 പീസ് വീതം എടുക്കണം. 2 കളറിൽ നിന്നും ഈ 2 പീസ് വീതം എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നൊട്ടിച്ചെടുക്കാം. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ. ക്രിസ്മസോട് കൂടി ഒരു 1000K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവുകയാണെങ്കിൽ ഒരു ഗീവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ വീഡിയോ ഫുള്ളാക്കാനിരിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായി കാണാം. പണ്ടൊന്നും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനൊന്നും അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്തെടുക്കാറാണ് പതിവ്. ഞങ്ങളുടെ വീട്ടുകാർക്കൊന്നും ഇതൊരു ആഘോഷമല്ല. പിന്നെ നമ്മൾ പിള്ളേർക്ക് ക്രിസ്മസ് എന്നോ ഓണമെന്നോ പെരുന്നാളെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം നമുക്ക് ആഘോഷമല്ലേ. നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ കൂട്ടുകാർ ചെയ്യുന്നതെല്ലാം നമ്മൾ അതുപോലെ ചെയ്യും. അതിൽ നിന്ന് എത്രത്തോളം ബെസ്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ നമ്മളും ശ്രമിക്കുമല്ലേ. അവർക്കത് ആഘോഷം അല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചു തരാനൊന്നും നിൽക്കത്തില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് എതിരുമല്ല കേട്ടോ. അത്യാവശ്യം പുൽക്കൂടൊക്കെ നമ്മളും ചെയ്യുമായിരുന്നു. പുൽക്കൂടിനുള്ളിൽ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ചെയ്തെടുക്കുമായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നല്ലേ. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് കൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ അവധിക്ക് ആ 10 ദിവസം പോകുന്നത് എങ്ങനെയാണെന്ന് തന്നെ അറിയത്തില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്ത് ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. എന്തായാലും ഗ്ലിറ്റർ ഷീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് കണ്ടില്ലേ. ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എന്നാൽ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുന്നേ ഞാൻ പറഞ്ഞ ഗീവവേയുടെ കാര്യം ആരും മറക്കല്ലേ. അടുത്തിടെ വന്ന എല്ലാ വീഡിയോയിലും ഗീവവേയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. കേട്ടും അടുത്തുനിന്ന് ആരും പറയില്ലേ. ആദ്യമായിട്ട് കാണുന്നവർക്ക് കാര്യം മനസ്സിലാവേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. എന്നാലേ ഞാൻ ചെയ്തെടുത്ത ഡെക്കോറേറ്റീവ് എങ്ങനെയുണ്ടെന്ന് പറയണേ. അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട്